ഹായ് ഓൾ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഉപന്യാസ സാഹിത്യത്തിന്റെ ക്ലാസ് ആണ്. HSST സിലബസിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ മൊഡ്യൂൾ 7 7 മാർക്കിന്റെ മൊഡ്യൂൾ 7 അവസാനം ചെറുകഥ നോവലൊക്കെ കഴിഞ്ഞിട്ട് ഉപന്യാസം കൂടി അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോർഷൻ അല്ലെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, ചെറിയ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് നെറ്റിനും ഒക്കെ അതൊന്ന് വന്ന് കാണാറുണ്ട് ഉപന്യാസ സാഹിത്യത്തിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം നമ്മൾ ഉപന്യാസ സാഹിത്യത്തിന്റെ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാവുന്നത് തന്നെയുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ ആദ്യം അതിന്റെ ഒരു പദം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഇതൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ ഒരു തുടക്കം എന്നുള്ള രീതിക്ക് പറഞ്ഞു പോകുന്നു. എല്ലാം തൊട്ട് HSST ആയതുകൊണ്ട് എല്ലാം തൊട്ടു പോകുന്നു എന്ന് മാത്രം. ഇംഗ്ലീഷിൽ എസ്സേ എന്ന പദത്തിന് പകരമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഉപന്യാസം, അല്ലെ? നമുക്കറിയാം, നമ്മൾ എസ്സേ റൈറ്റിംഗ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ എസ്സേ എന്നുള്ള പദത്തിന് പകരം തന്നെയാണ് ഉപന്യാസം എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഫ്രഞ്ച് ഭാഷയിലെ എസ്സൈസ് എന്ന പദത്തിൽ നിന്നാണ് എസ്സേ എന്ന പദത്തിന്റെ നിഷ്പത്തി എന്നുള്ളത് പറയുന്നുണ്ട്. 1571 ഉപന്യാസ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത് മൊണ്ടേൻ ആണ്. അപ്പൊ ഉപന്യാസ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തിട്ടുള്ളത് മൊണ്ടേൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 1580 എസ്സൈസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗദ്യശകലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ ഉപന്യാസ സമാഹാരമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷിൽ എസ്സേ എന്നുള്ള അപ്പോ ലോക സാഹിത്യത്തിലുള്ള അല്ലെങ്കിൽ ഉപന്യാസത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുപോയി. ഇനി ഇംഗ്ലീഷിൽ എസ്സേ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ചതായിട്ട് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ എന്നുള്ള വ്യക്തിയാണ്. ആരാണ്? ഫ്രാൻസിസ് ബേക്കൺ എന്നുള്ള വ്യക്തിയാണ് എസ്സേ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ചതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എസ്സേയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് എബ്രഹാം കൗലിയാണ്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എരുമേലിയുടെ പുസ്തകം, നമുക്ക് കിട്ടാവുന്ന ഉപന്യാസം ലേഖനം എന്നുള്ള പോർഷൻസ് ഉപയോഗിച്ച് കിട്ടാവുന്ന പരമാവധി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പന്മനയുടെ സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രത്തിനകത്ത് ഉപന്യാസ സാഹിത്യം എന്നുള്ള പോർഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഡോക്ടർ AM വാസുദേവൻ പിള്ളയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, മലയാളത്തിൽ ഉപന്യാസ ശാഖയ്ക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്രിയാത്മക രചന, അതായത് സർഗാത്മകമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാകുന്നത്, ഇതുണ്ടാവുന്നത് 20-ാം ശതകത്തിന്റെ മധ്യകാലം കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വികസിതമായിട്ടുള്ള മറ്റേത് ഇന്ത്യൻ ഭാഷ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിലെയൊക്കെ ഉപന്യാസത്തിന് കിടപിടിക്കാൻ പറ്റുന്ന, സമനില പുലർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഉപന്യാസങ്ങൾ മലയാള ഭാഷയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മുഖവുരയായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉപന്യാസ സാഹിത്യം എന്ന് പറയുന്നത് അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ പല പുസ്തകങ്ങളിലും എരുമേലിയുടേതിലായാലും ബാക്കിയുള്ളതിലായാലും ലേഖനം, പഠനം എന്നുള്ളതൊക്കെ എന്തിൽ വരുന്നുണ്ട്? ഈ ഉപന്യാസത്തിന്റെ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപന്യാസത്തിനെ എങ്ങനെ നമുക്ക് ഈ പഠനത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നൊക്കെ വേർതിരിച്ച് നിർത്താം എന്നുള്ളത് ഒരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തായാട്ട് ശങ്കരനെ പോലുള്ള ആളുകളൊക്കെ എന്ത് പറയുന്നുണ്ട്? ഉപന്യാസത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം സാധ്യമല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ ഉപന്യാസത്തിന്റെ ഡെഫിനിഷനുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യം മനസ്സിലാവും. അപ്പോൾ നിർവചനങ്ങൾ എന്ന് പറയുന്നത് ജോൺസൺ മനസ്സിന്റെ ഒരു ശ്ലഥപ്രയാണമായിട്ട് എന്തിനെ നിർവചിക്കുന്നുണ്ട്? ഉപന്യാസത്തിനെ നിർവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിതറിയ ഗാഠചിന്തകളുടെ ഒരു ചരടായിട്ടാണ് ബേക്കൺ അതിനെ കാണുന്നത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, തായാട്ട് ശങ്കരൻ ഉപന്യാസത്തിന് കൃത്യമായിട്ടുള്ള നിർവചനം സാധിക്കില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു നിർവചനം എന്ന് പറയുന്നത് കേസരിയുടെയാണ്. അദ്ദേഹത്തിന്റെ രൂപമഞ്ജരി എന്നുള്ള ഈ പറഞ്ഞ പോലുള്ള ഉപന്യാസങ്ങളുടെയും ഗദ്യസമാഹാരങ്ങളുടെ ഒരു പുസ്തകമാണ്. അതിനകത്ത് പറയുന്നത്, ജീവിതത്തിന്റെ സകല വശങ്ങളും ഉപന്യാസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെങ്കിലും വാസ്തവത്തിൽ വ്യക്തിപരമായ വീക്ഷണത്തിൽ കാണാവുന്നതും വ്യക്തിയുടെ പ്രത്യേക മുദ്ര പതിഞ്ഞതുമായിട്ടുള്ള ജീവിതമാണ് അതിന്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആ വ്യക്തിയുടെ, പേഴ്സന്റെ ആ ഒരു വീക്ഷണകോണ്, അയാൾ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യുന്നു, അയാൾ എങ്ങനെ അത് നോക്കി കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഉപന്യാസത്തിന്റെ ഒരു രൂപം അല്ലെങ്കിൽ ശൈലി എന്നുള്ളതാണ് കേസരി രൂപമഞ്ജരിക്കകത്ത് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, പ്രമേയത്തിനെയും പ്രതിപാദനത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉപന്യാസത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഔപചാരികം എന്നും അനൗപചാരികം എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്രമേയത്തെയും പ്രതിപാദനത്തെയും മുൻനിർത്തി ഔപചാരികം, അനൗപചാരികം എന്നും, അതുപോലെ തന്നെ ആവിഷ്കരണത്തിനെ മുൻനിർത്തിയിട്ട് ആത്മനിഷ്ഠം എന്നും വസ്തുനിഷ്ഠം എന്നും ഉപന്യാസത്തിനെ വിഭജിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും പറഞ്ഞു പോകുന്നു എന്ന് മാത്രം.
അപ്പൊ ആദ്യകാലത്തെ ഉപന്യാസങ്ങളിലൊന്നും തന്നെ എന്തുണ്ടായിരുന്നില്ല, കാവ്യാനുഭൂതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇപ്പൊ പി കുഞ്ഞിരാമൻ നായരുടെയൊക്കെ ഉപന്യാസങ്ങൾ മലയാളത്തിലെ ഒന്നാന്തരം കാവ്യമയമായിട്ടുള്ള റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള ഉപന്യാസങ്ങളാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ആദ്യകാല ഉപന്യാസങ്ങളിലൊന്നും നമുക്ക് ഇതിന്റെ ഒരു അതിന്റെ അത്രത്തോളം മികച്ചതാണ്, പെർഫെക്ഷനിലുള്ളതാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നീടുള്ള ഉപന്യാസങ്ങളിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, മൂല്യങ്ങൾ, സാമൂഹികാവസ്ഥ, രാഷ്ട്രീയം, പാരമ്പര്യം ഇവയുടെ എല്ലാം സ്വാധീനത ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ശാസ്ത്രീയ ലേഖനങ്ങള്, ശാസ്ത്ര സാഹിത്യം എന്നുള്ള ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ തന്നെ ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, പല പല വിഷയങ്ങൾക്കായിട്ട് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഉപന്യാസങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, മനുഷ്യര്, മൂല്യങ്ങള്, സാമൂഹികാവസ്ഥ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ 19-ാം നൂറ്റാണ്ടിലെ ഗദ്യം ആഗോള തലത്തിലേക്ക്, മലയാളത്തിലെ ഗദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആഗോള തലത്തിലേക്ക് ഉയരാനായിട്ടുള്ള ഒരു പ്രാപ്തി നേടുന്നുണ്ട്. ഇന്ദുലേഖ, മാർത്താണ്ഡവർമ്മ തുടങ്ങിയ കൃതികളിലെ, അതുപോലെ തന്നെ പത്രങ്ങളിലെ, അന്നത്തെ പത്രങ്ങള്, മാസികകൾ, അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിപ്ലവം എന്ന് പറയുന്നത് വലുത് തന്നെയായിരുന്നു. അപ്പൊ അതിലെ ഭാഷയും എന്ത് ചെയ്തിട്ടുണ്ട്, ഗദ്യത്തിന്റെ ഈ ഒരു പോഷണത്തിനകത്ത് പ്രധാന പങ്ക് വഹിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളമിത്രം സഹപത്രാധിപരായിരുന്ന C.D. ഡേവിഡ് അക്കാലത്തെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ ലേഖനങ്ങൾ സമാഹരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രബന്ധമഞ്ജരി, അതുപോലെ തന്നെ പ്രബന്ധമാലിക. ഈ മാലിക എന്നുള്ള പേര് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ വരും. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ പ്രബന്ധമഞ്ജരി, പ്രബന്ധമാലിക എന്നീ കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ചടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഇതില് PPT-യിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനപ്പുറത്തേക്ക് കുറെ എക്സ്പ്ലനേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കേട്ട് എഴുതിയെടുക്കേണ്ടതാണ്. എല്ലാം നമുക്ക് PPT-യിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഉൾക്കൊള്ളിക്കാനാവുന്ന പരമാവധി കാര്യങ്ങൾ PPT-ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കേരളമിത്രം സഹപത്രാധിപരായിരുന്ന C.D. ഡേവിഡ് അന്നത്തെ ഉപന്യാസങ്ങളൊക്കെ സമാഹരിച്ചിട്ട് പ്രബന്ധമഞ്ജരി, പ്രബന്ധമാലിക എന്നീ കൃതികൾ അച്ചടിച്ചിറക്കിയതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആദ്യകാല മാസികകളുടെ കാര്യം പറഞ്ഞപ്പോൾ വിദ്യാവിനോദിനി, അതുപോലെ തന്നെ ഭാഷാപോഷിണി, രസികരഞ്ജിനി എന്നീ മാസികകളിലായിട്ട് 80-നും 1880-നും 1910-നും ഇടയിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മലയാളത്തിലെ ഉപന്യാസ പ്രസ്ഥാനത്തിന് ശരിയായിട്ടുള്ള ഒരു അടിത്തറ ഒരുക്കി കൊടുത്തത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ അത് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകേണ്ടത് എന്താണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പത്രാധിപത്യത്തിൽ അല്ലെ അപ്പൻ തമ്പുരാൻ എന്ത് ചെയ്യുന്നുണ്ട്, രസികരഞ്ജിനി ആരംഭിക്കുന്നുണ്ട്. അത് അന്നത്തെ കാലത്തെ വലിയൊരു ഗദ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താണ് ഒരു കാൽവയ്പായിരുന്നു അല്ലെ. അപ്പൊ അത് ഉള്ളൂര് അതിനെപ്പറ്റി അഭിപ്രായപ്പെടുന്നത്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നല്ല ഭാഷാ ഗദ്യം എഴുതി പഠിപ്പിച്ചത് ഇതിൽ കൂടിയായിരുന്നു, രസികരഞ്ജിനിയിൽ കൂടിയായിരുന്നു എന്ന് ഉള്ളൂര് അതേ പറ്റിയിട്ടൊരു അഭിപ്രായം പുറപ്പെടുവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗദ്യരചനയിൽ ഒരു താളക്രമം വരുത്തിയിട്ടുള്ളത് ആരാണ്, അപ്പൻ തമ്പുരാനാണ് രസികരഞ്ജിനിയിൽ കൂടി എന്നുള്ളത് S. ഗുപ്തൻ നായരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഈ രാജരാജവർമ്മയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അപ്പൻ തമ്പുരാന് അവരൊക്കെയാണല്ലോ അന്നത്തെ ഗദ്യ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ തുടങ്ങിയവര് സാഹിത്യം, ചരിത്രം, ജീവചരിത്രം, തത്വശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് വിദ്യാവിനോദിനിയിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ സമാഹരിച്ചിട്ട് ഗദ്യമാലിക എന്നൊരു പുസ്തകം 1907 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊരു നെറ്റിന്റെയോ സെറ്റിന്റെയോ മറ്റോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരം ഏത് എന്നുള്ളൊരു ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അത് രാമവർമ്മ അപ്പൻ തമ്പുരാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗദ്യമാലിക എന്നായിരുന്നു അതിന്റെ ഉത്തരം. അപ്പൊ ഈ ഒരു ഗദ്യമാലിക എന്നുള്ള ഇത് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രബന്ധമാലികയായിരുന്നു, കേരളമിത്രത്തിലെ C.D. ഡേവിഡ് പ്രസിദ്ധീകരിച്ചത്. ഇത് ഗദ്യമാലികയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരമായിട്ട് എന്ത് ചെയ്യുന്നത്, കാണുന്നത് ഗദ്യമാലികയാണ്. 1907 പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അപ്പൻ തമ്പുരാനാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് ആ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രസികരഞ്ജിനിയിൽ കൂടിയാണ് എന്ന് വിചാരിക്കരുത്, വിദ്യാവിനോദിനിയിൽ എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, സാഹിത്യ ചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ ഈ ലേഖനങ്ങൾ, പഠനങ്ങള്, കഥ പോലെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഓർമ്മക്കുറിപ്പുകള്, ആ രീതിയിൽ വരുന്നതൊക്കെ ചില ഉപന്യാസങ്ങളിലായിട്ട് ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പ്രധാനപ്പെട്ട ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പൊ അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ, അവയുടെ പേരുകൾ, അതാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ആളുകൾ അവരുടെ സമാഹാരങ്ങൾ അല്ലെങ്കിൽ ഉപന്യാസങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ടുള്ള PPT തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപന്യാസ സാഹിത്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ
അതിനെ ഒരു സാഹിത്യ പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുത്തതായിട്ട് എരുമേലിയൊക്കെ അഭിപ്രായപ്പെടുന്നത് ആരെയാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപന്യാസത്തിലെ അനൗപചാരികമായിട്ടുള്ള ഒരു മാർഗമാത്രേ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാര് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്തുടർന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസരി എന്ന് പറയുന്ന ഉപന്യാസ സമാഹാരത്തിലാണ് ഈ ദ്വാരക, നാട്ടെഴുത്തച്ഛൻ, ഭ്രമം, മദരാശി പിത്തലാട്ടം തുടങ്ങിയിട്ടുള്ളതൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ ആണ് അവിടെ എടുത്തു പറഞ്ഞ് കാണുന്നത്. കേസരിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറഞ്ഞു കാണും. ദ്വാരകയും മദരാശി പിത്തലാട്ടമൊക്കെ നമ്മൾ കഥയ്ക്കകത്തായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഉപന്യാസം എന്നുള്ള രീതിയിൽ കൂടി അങ്ങനെയുള്ള നർമ്മോപന്യാസങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ നോക്കി കാണുന്നുണ്ട്. എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്, നാട്ടെഴുത്തച്ഛന്മാര്, നോവല്. കേസരിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടെഴുത്തച്ഛന്മാര്, നോവല് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വിഫ്റ്റിന്റെ പരിഹാസ കൃതികളെ, പശ്ചാത്തലത്തില് സ്വിഫ്റ്റിന്റെ പരിഹാസ രചനകളെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന് ആരഭിപ്രായപ്പെടുന്നുണ്ട്? എസ് ഗുപ്തൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുലപതികൾ എന്നുള്ള കൃതിയുടെ അവതാരികയിൽ അക്കിത്തം നായനാരുടെ പരിഹാസത്തിന്റെ അടിയിൽ സാമൂഹിക മാലിന്യങ്ങൾ കഴുകിക്കളയാൻ സമർത്ഥമായിട്ടുള്ള ഒരു വിജ്ഞാനവാഹിനി കൂടി ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം പുറപ്പെടുവിക്കുന്നുണ്ട്. നായനാരുടെ പരിഹാസത്തിന്റെ അടിയിൽ സാമൂഹിക മാലിന്യങ്ങൾ കഴുകിക്കളയാൻ സമർത്ഥമായ ഒരു വിജ്ഞാനവാഹിനി കൂടി ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് കേസരി വേങ്ങൽ കുഞ്ഞിരാമൻ നായരെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് ആർ ഈശ്വരപിള്ളയാണ്. ഈ ആർ ഈശ്വരപിള്ളയെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഉപന്യാസം എന്താണ്, ശക്തമായിട്ടുള്ള ഒരു ശൈലിക്കകത്തുള്ള നല്ല ഇത് തികഞ്ഞ എല്ലാ ഇതും തികഞ്ഞിട്ടുള്ള ഉപന്യാസങ്ങളായിട്ട് എടുത്തു പറയുന്നുണ്ട്. ചിന്താസന്താനം എന്നുള്ള കൃതിയാണ് അദ്ദേഹത്തിന്റെ. അത് 8 ഭാഗമുള്ള ഒരു സമൂഹത്തിന് മൂല്യച്യുതി വരാതിരിക്കാനായിട്ട് ധർമ്മോദ്ബോധന പരങ്ങളായിട്ടുള്ള ഉപന്യാസങ്ങളാണ് ഈ ആർ ഈശ്വരപിള്ള എഴുതിയിട്ടുണ്ടായിരുന്നത്. ഗുരുനാഥൻ എന്ന് പറയുന്ന സാംസ്കാരിക മാസികയിലാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെല്ലാം തന്നെ അച്ചടിച്ചു വന്നിരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഈ കൃതിയുടെ അവതാരികയിൽ നാലാങ്കൽ കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നത്, നല്ല തെളിഞ്ഞ ശൈലി, കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ മിതത്വവും ഒതുക്കവും കലാമേന്മയുമുള്ള ഉപന്യാസങ്ങൾ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. നല്ല തെളിഞ്ഞ ശൈലി, കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ മിതത്വവും ഒതുക്കവും കലാമേന്മയുമുള്ള ഉപന്യാസങ്ങൾ എന്ന അവതാരികയിൽ നാലാങ്കൽ കൃഷ്ണപിള്ള എന്ത് ചെയ്യുന്നുണ്ട്, ആർ ഈശ്വരപിള്ളയുടെ ഉപന്യാസങ്ങളെ പറ്റിയിട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ബേക്കൺ, ബർക്ക്, എമേഴ്സൺ തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളുമായുള്ള പരിചയവും ഉറച്ച ധർമ്മബോധവുമാണ് ഈശ്വരപിള്ളയുടെ ബലം എന്ന് സാഹിത്യ പഞ്ചാന്നം അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. ഇംഗ്ലീഷിലെ ബേക്കൺ, ബർക്ക്, എമേഴ്സൺ തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളുമായുള്ള പരിചയവും ഉറച്ച ധർമ്മബോധവുമാണ് ഈശ്വരപിള്ളയുടെ ബലം എന്ന് സാഹിത്യ പഞ്ചാന്നം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ആർ ഈശ്വരപിള്ളയെ അതുകൊണ്ടാണ് ഇവിടെ ചേർത്തത്. ചിന്താസന്താനം അദ്ദേഹത്തിന്റെ 8 ഭാഗങ്ങളുള്ള പരമ്പരയാണ്. അടുത്തത് എടുത്തു പറയേണ്ട ഒരാള് അപ്പൻ തമ്പുരാൻ തന്നെയാണ് അല്ലെ. അപ്പൻ തമ്പുരാന്റെ ഈ കൃഷ്ണഗാഥ, നായാട്ടുവിധി, സാമൂതിരിയും 18 കവികളും, പഴയ ഭാഷ, പച്ച മലയാളം, മംഗളമാല എന്നുള്ളൊരു കൃതി 5 വാല്യങ്ങളിലായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അപ്പൻ തമ്പുരാന്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ എന്നുള്ള സെക്ഷനിൽ നമുക്ക് പെടുത്താനായിട്ട് കഴിയുന്ന കൃതികൾ. ഓക്കെ, അടുത്തത് കെ പി കേശവമേനോനാണ്. കെ പി കേശവമേനോന്റെ പൂർണ്ണ ജീവിതം, അതുപോലെ തന്നെ നാം മുന്നോട്ട്, ജീവിത ചിന്തകൾ, സായാഹ്ന ചിന്തകൾ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഉപന്യാസങ്ങളായിട്ട് പറയുന്നുണ്ട്. സി പി ശ്രീധരൻ അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു പ്രസ്താവന പറയുന്നുണ്ട്. അത് ആധുനിക മലയാള ഗദ്യ സാഹിത്യത്തിന് അത്യനർഘങ്ങളായ മഹാഗ്രന്ഥങ്ങൾ അനേകം കാഴ്ചവെച്ച കേശവമേനോനെ ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് വിളിക്കാം എന്നുള്ളൊരു അഭിപ്രായം സി പി ശ്രീധരൻ പറയുന്നുണ്ട്. എന്താണ്, ആധുനിക മലയാള ഗദ്യ സാഹിത്യത്തിന് അത്യനർഘങ്ങളായ മഹാഗ്രന്ഥങ്ങൾ അനേകം കാഴ്ചവെച്ച കേശവമേനോനെ ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് വിളിക്കാം എന്നുള്ളതാണ് പ്രസ്താവന. ഓർത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അടുത്തത് മൂർക്കോത്ത് കുമാരനാണ്. ദീപം മാസികയുടെ പത്രാധിപരായിരുന്നു മൂർക്കോത്ത് കുമാരൻ, നമുക്കെല്ലാം അറിയാം. ഗദ്യമഞ്ജരി, അതുപോലെ തന്നെ ഉപന്യാസം, ഈ മഞ്ജരി മാലിക എന്നുള്ള പേരിലൊക്കെ ഒരുപാട് കൃതികൾ ഇനി റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഗദ്യമഞ്ജരി ഇപ്പൊ രൂപമഞ്ജരി നമ്മൾ കേസരിയുടെ കണ്ടു, ഇനി മണ്ഡന മഞ്ജരി, അങ്ങനെ കുറെ വരുന്നുണ്ട്. ഗദ്യമഞ്ജരിയും ഉപന്യാസവും എന്നുള്ള 2 മൂർക്കോത്ത് കുമാരന്റെ എടുത്തു പറയേണ്ട കൃതികൾ. പിന്നീട് പറയുന്നത് കെ ആർ കൃഷ്ണപിള്ളയുടെയാണ്. കെ ആർ കൃഷ്ണപിള്ളയുടെ പരിശ്രമശീലം, ഉപന്യാസമാല, വായുമണ്ഡലം എന്നീ കൃതികൾ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ
നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധനായിട്ടുള്ള KN എഴുത്തച്ഛന്റെ പ്രസിദ്ധമായിട്ടുള്ള ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ഏത്? മുത്തും പവിഴവും എന്നുള്ളത്. അതുപോലെ തന്നെ വടക്കുംകൂർ രാജരാജവർമ്മയുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സാഹിത്യ കൗസ്തുഭം. അത് അദ്ദേഹത്തിന്റെ 12 ഉപന്യാസങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സമാഹാരമാണ് വടക്കുംകൂർ രാജരാജവർമ്മയുടെ സാഹിത്യ കൗസ്തുഭം. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ പേരുകളെ ഒരു കണക്ഷൻ തോന്നുന്ന പേരുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇടയ്ക്കൊക്കെ ചില ഭാഗത്തു നിന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് സെറ്റിനും നെറ്റിനും ഒക്കെ. ഇനി AR രാജരാജവർമ്മയുടെ പ്രബന്ധ സംഗ്രഹം, പ്രബന്ധ സംഗ്രഹം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കൃതിയാണ്. അടുത്തത് ഉള്ളൂരാണ്. ഉള്ളൂരിന്റെ ഗദ്യകലികയും അതുപോലെ തന്നെ സ്മരണമാധുരിയുമാണ്. ഇപ്പോ ഉള്ളൂരിനെ പറ്റി പറയുമ്പോൾ ഈ കുഞ്ചനും രാമപാണിവാദനും ഒരാളാണെന്ന് സമർത്ഥിക്കാനായിട്ട് മലയാള മനോരമ, വിജ്ഞാന ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ ഉള്ളൂർ എഴുതിയിട്ടുള്ള വാദപ്രകാശനങ്ങൾ ഒന്നാന്തരം ഉപന്യാസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സമ്പൂർണ്ണ സാഹിത്യ ചരിത്രത്തിനകത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരം, കർഷക വൃത്തി, ഉപദേശ വിംശതി എന്നീ 3 ലേഖനങ്ങൾ ചേർന്ന ഗദ്യകലിക. അപ്പൊ ഗദ്യകലികയിൽ 3 ലേഖനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഭാരതീയ സംസ്കാരം, കർഷക വൃത്തി, ഉപദേശ വിംശതി. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ലേഖനങ്ങൾ ഉൾപ്പെടെ 9 ലേഖനങ്ങൾ അടങ്ങിയതാണ് സ്മരണമാധുരി എന്ന് പറയുന്ന സമാഹാരം. പിന്നെ അതുപോലെ തന്നെ ഉള്ളൂരിന്റെ ഭാഷാ ചമ്പുക്കള്, അത് അദ്ദേഹത്തിന്റെ പ്രബന്ധ പരമ്പരയാണ്. അതുപോലെ തന്നെ വിജ്ഞാന ദീപിക, അതിനകത്ത് വിജ്ഞാന ദീപികയ്ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. അതിലാണ് ഈ ചേരമാൻ പെരുമാൾ നായനാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഖനമുണ്ട്. ഈ നായനാർ എന്നുള്ള പേരിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ട് പറയുന്നതായിട്ട് സമ്പൂർണ്ണ ചരിത്രത്തിനകത്ത് എടുത്തു പറയുന്ന ഒരു ലേഖനമാണ് ചേരമാൻ പെരുമാൾ നായനാർ എന്നുള്ളത്. ഉൾപ്പെട്ടിട്ടുള്ളത് വിജ്ഞാന ദീപിക എന്നുള്ള പുസ്തകത്തിനകത്താണ്. അത് നിരൂപണം, സാഹിത്യം, ജീവചരിത്രം, ഗവേഷണം തുടങ്ങി വൈവിധ്യ വിഷയങ്ങൾ ഇതിനകത്തുള്ള ലേഖനങ്ങളിൽ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മൾ ഉള്ളൂരിനെ പറഞ്ഞു. അടുത്തത് ഗോദവർമ്മയാണ്. ഗോദവർമ്മയുടെ പ്രബന്ധ കൗമുദി, അതുപോലെ തന്നെ പ്രബന്ധ ലതിക, വിചാരവീതി, കൈരളി ദർപ്പണം. ഗോദവർമ്മയുടെ ശ്രദ്ധിക്കേണ്ട കൃതികളാണ് പ്രബന്ധ കൗമുദിയും പ്രബന്ധ ലതികയും വിചാരവീതിയും കൈരളി ദർപ്പണവും. ഈ വിചാരവീതി ഒന്ന് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ IC ചാക്കോ. IC ചാക്കോയുടെ പാണിനീയ പ്രദ്യോതം 1947 ഈ കൃതി പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ വാത്മീകിയുടെ ലോകത്തിൽ 1957. പാണിനീയ പ്രദ്യോതവും വാത്മീകിയുടെ ലോകത്തിലും ആരുടെയാണ്? IC ചാക്കോയുടെയാണ്. മേ ബി ചേരുംപടിക്ക് എങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് അറിയാൻ കഴിയണം. പല കൃതികളും നമ്മൾ പല ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസിനകത്തോ അങ്ങനെയൊക്കെ കണ്ടുപോകുന്ന കൃതികളാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് EV കൃഷ്ണപിള്ളയാണ്. EV കൃഷ്ണപിള്ളയെ നമ്മൾ പ്രഹസനങ്ങൾക്കകത്തും എല്ലാത്തിനകത്തും കാര്യമായിട്ട് എടുത്തു പറയുന്ന ആളാണ്. ഈ ഉപന്യാസ സാഹിത്യത്തിനകത്തും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് EV കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ചിരിയും ചിന്തയും എന്താണ് മികച്ച ലേഖനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അത്രയും ഉത്തമ മാതൃകയിലുള്ള ഉപന്യാസങ്ങളായിട്ടൊക്കെ എടുത്തു പറയാൻ കഴിയുന്ന കൃതികൾ ഉൾപ്പെട്ടിട്ടുള്ള സമാഹാരമാണ് ചിരിയും ചിന്തയും എന്നുള്ളത്. അതുപോലെ തന്നെ കണ്ടക്ടർ കുട്ടി, രസികൻ തൂലിക ചിത്രങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇതര കൃതികളാണ്. അടുത്തത് D പത്മനാഭൻ ഉണ്ണിയാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യരംഗം, സാഹിത്യ പരിവർത്തനം, അതുപോലെ തന്നെ മണ്ഡനമഞ്ജരി. ഈ മണ്ഡനമഞ്ജരിയൊക്കെ ഇടയ്ക്ക് ചേരുംപടിക്കും അങ്ങനെ മറ്റുള്ള ഓപ്ഷനുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പുസ്തകമാണ്. മണ്ഡനമഞ്ജരി, സാഹിത്യ പരിവർത്തനം, സാഹിത്യരംഗം, ഇതാരുടെയാണ്? D പത്മനാഭൻ ഉണ്ണിയുടെ കൃതികളാണ്. ഇനി കൈനിക്കര കുമാരപിള്ളയെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് വിചാരവീതി എന്നുള്ളത്. നേരത്തെ നമ്മൾ ഗോദവർമ്മയുടെയും വിചാരവീതി കണ്ടിരുന്നു. അപ്പൊ ആരുടെ ഉണ്ട്? കൈനിക്കര കുമാരപിള്ളയുടെയും വിചാരവീതി ഉണ്ട്. ഇംഗ്ലീഷിലെ നർമ്മോപന്യാസ ശാഖയുടെ മാതൃകയിലുള്ള 12 ഉപന്യാസങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതിയാണ് ഏത്? ഈ വിചാരവീതി എന്ന് പറയുന്നത്. അടുത്തത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻപിള്ളയെ മലയാളത്തിലെ ഉപന്യാസ ശാഖയുടെ കുലപതിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്താണ്? ശൂരനാടിന്റെ ഉപന്യാസങ്ങൾ കവിത പോലെ രസിപ്പിക്കുന്നവയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പ്രൊഫസർ G വൈദ്യനാഥ് അയ്യർ പറയുന്നുണ്ട്. ഉപന്യാസങ്ങൾ കവിത പോലെ രസിപ്പിക്കുന്നവയാണ് എന്ന്. നേരത്തെ ഞാൻ P കുഞ്ഞിരാമൻ നായരുടെ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് കാവ്യമയമായിട്ടുള്ള ഗദ്യം എഴുതുന്നതിൽ കുഞ്ഞിരാമൻ നായർ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ശൂരനാട് കുഞ്ഞൻപിള്ളയെ നമ്മൾ മലയാളത്തിൽ ഉപന്യാസ ശാഖയുടെ കുലപതിയായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ സെക്ഷനിൽ പെടുത്താവുന്ന കൃതികളാണ് മാതൃപൂജ, അതുപോലെ തന്നെ തിരുമുൽ കാഴ്ച, പുഷ്പാഞ്ജലി,
സാഹിത്യ പ്രവേശിക, തിരുവിതാംകൂറിലെ മഹാന്മാർ, കൈരളി പൂജ. മാതൃപൂജ, തിരുമുൽക്കാഴ്ച, പുഷ്പാഞ്ജലി, സാഹിത്യ പ്രവേശിക, തിരുവിതാംകൂറിലെ മഹാന്മാർ, കൈരളി പൂജ. ഇത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് AP ഉദയഭാനു. ഈ പറഞ്ഞ പോലെ സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ തന്നെ മികച്ച ഉപന്യാസകാരനായിട്ട്, ലേഖനകാരനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് AP ഉദയഭാനു. അദ്ദേഹത്തിന് പലപ്പോഴും നമുക്ക് പരീക്ഷകൾക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങളാണ് ഭാഷയും ഭക്ഷണവും. ഈ സാഹിത്യ ചരിത്രത്തിനകത്തൊക്കെ പറയുന്നുണ്ട്, ഈ പല സ്ഥലത്തുമുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഒരു രീതി, അതിനെ പറ്റിയിട്ടൊക്കെ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ചിന്തകളിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഉപന്യാസങ്ങളാണ് അത്ര ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ രാത്രി അത്താഴത്തിന് ഉപ്പുമാങ്ങയാണ് കഴിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം എവിടുന്നോ കേൾക്കാൻ ഇടവരികയും അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് ഈ ഭാഷയും ഭക്ഷണവും എന്നുള്ള കൃതിക്കകത്തുള്ളത്. അതുപോലെ തന്നെ കണ്ണാക്ക്, മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കരയുന്ന രീതിയിലുള്ള ആ ഒരു ചടങ്ങ്, അപ്പൊ അതിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള രസകരമായ അന്വേഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു കൃതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉദയഗിരി ചുവന്നു, അശ്ലീലത്തെ പറ്റി അല്പം, അശ്ലീലത്തിനൊരു അനുബന്ധം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ. ഇതൊക്കെ എവിടേക്കോ ചോദിച്ച് കണ്ടിട്ടുള്ള കൃതികളാണ് വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങളൊക്കെ. അർത്ഥവും അനർത്ഥവും, അതുപോലെ തന്നെ സംസാരിക്കുന്ന ദൈവം. ഇത്രയാണ് AP ഉദയഭാനുവിന്റെ കൃതികൾ. നമ്മൾ പെട്ടെന്ന് ഒരുപാട് ആളുകളെ പറയാനുള്ളത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമല്ല, പക്ഷെ എല്ലാം ഒന്ന് തൊട്ടു പോവുക. വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേഗം കടന്നു പോകേണ്ട ഒരു പോർഷനാണ്. G ശങ്കരക്കുറുപ്പിന്റെ നമുക്ക് എടുത്തു പറയേണ്ടത് ഗദ്യോപഹാരവും അതുപോലെ തന്നെ ലേഖമാലയും മുത്തും ചിപ്പിയും എന്നുള്ള കൃതികളാണ്. നേരത്തെ നമ്മൾ മുത്തും പവിഴവും KN എഴുത്തച്ഛന്റെ കണ്ടിരുന്നു അല്ലെ? മുത്തും പവിഴവും KN എഴുത്തച്ഛന്റെ കണ്ടിരുന്നില്ലേ? പ്രസിദ്ധ ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണെന്നൊക്കെ എടുത്തു പറഞ്ഞിരുന്നു ഞാൻ. അപ്പൊ അതുപോലെ മുത്തും ചിപ്പിയും ആരുടെയാണ് ഇവിടെ? നമ്മുടെ G ശങ്കരക്കുറുപ്പിന്റെയാണ്. അടുത്തത് ചേലനാട്ട് അച്യുതമേനോനാണ്. ചേലനാട്ട് അച്യുതമേനോന്റെ പ്രദക്ഷിണം, അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കൃതിയാണ്. കുഞ്ചനമ്പ്യാരെ പറ്റിയിട്ടുള്ള പല തുള്ളലുകളെ പറ്റിയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കൃതിയാണ് പ്രദക്ഷിണം എന്നുള്ളത്. ചേരുംപടിക്കൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ചേലനാടിന്റെയും എന്ത് വരുന്നുണ്ട്? വിചാരവീഥി എന്നുള്ള കൃതി കാണുന്നുണ്ട്. പൂങ്കാവ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞിരാമൻ നായർ അസാധ്യമായിട്ട് ഗദ്യ ലേഖനങ്ങള്, ഉപന്യാസങ്ങളൊക്കെ എഴുതിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വിചാരവിഹാരം, പക്ഷികളുടെ പരിഷത്ത്, ഉദയരാഗം. ഈ പക്ഷികളുടെ പരിഷത്തൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഉദയരാഗം, പക്ഷികളുടെ പരിഷത്ത്, വിചാരവിഹാരം. ഇത്രയാണ് P കുഞ്ഞിരാമൻ നായരുടെ എടുത്തു പറയേണ്ടത്. പിന്നീട് ആലങ്കോട് ലീലാകൃഷ്ണന്റെ നിളയുടെ തീരങ്ങളിലൂടെ Pയുടെ പ്രണയപാപങ്ങൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്. Pയുടെ പ്രണയപാപങ്ങളൊക്കെ പലപ്പോഴും പല ഓപ്ഷൻസിലുമായിട്ട് നമുക്ക് വരുന്ന ഒരു കൃതിയാണ് Pയുടെ പ്രണയപാപങ്ങൾ. അത് എഴുതിയിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. നിളയുടെ തീരങ്ങളിലൂടെ മനുഷ്യനെ തൊടുന്ന വാക്ക്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരാള് ചെമ്മനം ചാക്കോ ആണ്. ചെമ്മനം ചാക്കോന്റെ 1963 പുറത്തിറങ്ങിയിട്ടുള്ള അറിവിന്റെ കനികൾ എന്നുള്ള ഒന്നുണ്ട്. അതുപോലെ തന്നെ 93 പുറത്തിറങ്ങിയിട്ടുള്ള ഇതുണ്ട്, കിഞ്ചന വർത്തമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ മുത്തും പവിഴവും എന്നുള്ളത് പറഞ്ഞു, KN എഴുത്തച്ഛന്റെ. അതുപോലെ പവിഴത്തുരുത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഉപന്യാസം ആരുടെ ഉണ്ട്? APP നമ്പൂതിരിയുടെ പറയുന്നുണ്ട്. പവിഴത്തുരുത്തുകൾ ആരുടെയാണ്? APP നമ്പൂതിരിയുടെയാണ്. ഇതൊന്നും ഞാൻ PPT ഉൾപ്പെടുത്തിയിട്ടില്ല, ഉൾപ്പെടുത്താത്ത കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ CP അച്യുതമേനോന്റെ കിസാൻ പാഠപുസ്തകം, അതുപോലെ തന്നെ വായനയുടെ ഉതിർമണികൾ എന്നുള്ളതും എടുത്തു പറയുന്ന രണ്ട് ഉപന്യാസ സമാഹാരങ്ങളാണ്. ഒന്ന് കിസാൻ പാഠപുസ്തകവും, രണ്ട് വായനയുടെ ഉതിർമണികളും. അടുത്തത് പുത്തേഴത്ത് രാമൻ മേനോന്റെയാണ്. ഈ പുത്തേഴത്ത് രാമൻ മേനോൻ നിസാര വിഷയങ്ങളെ കേന്ദ്രബിന്ദുവാക്കിയിട്ട് അവയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? തുടരെ ഉദിച്ചുയരുന്ന ശിഥിലങ്ങളായിട്ടുള്ള ചിത്തവ്യാപാരങ്ങളെ കോർത്തിണക്കി ലഘു ഉപന്യാസങ്ങൾ നിർമ്മിക്കുന്ന ഏർപ്പാട് AG ഗാർഡിനർ മുതലായ ആംഗല പ്രബന്ധകാരന്മാരെ അനുകരിച്ച് മലയാളത്തിൽ ആരംഭിച്ചു. അപ്പോ ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പോയിന്റ്, പുത്തേഴത്ത് രാമമേനോൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് കൈരളിയുടെ കഥയ്ക്കകത്താണ്. കൈരളിയുടെ കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മുമ്പ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്. നെറ്റിനാണെന്ന് തോന്നുന്നു. AG ഗാർഡിനറിനെ അനുകരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിൽ നിസാര വസ്തുക്കളെ ബേസ് ചെയ്തിട്ടുള്ള ഉപന്യാസങ്ങൾ എഴുതിയിട്ടുള്ളത്. അതായത് കുപ്പിച്ചില്ല്, കുറ്റിച്ചൂല്, ചിരട്ടക്കൈല്, പഴത്തൊലി, പുല്ല് എന്നിങ്ങനെയുള്ള തുച്ഛവും ക്ഷുദ്രവുമായ വസ്തുക്കളായിരുന്നു സ്വീകൃത വിഷയങ്ങൾ. ആ ലഘു നിബന്ധങ്ങളുടെ സമാഹാരത്തിന് അദ്ദേഹം ചവറ്റുകൊട്ട എന്ന് പേരിട്ടു.
അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. കുപ്പിച്ചില്ല്, കുറ്റിച്ചൂല് എന്നീ ഇതുകളെ വിഷയമാക്കിക്കൊണ്ട് ചവറ്റുകൊട്ട എന്നുള്ള പേരിൽ എന്നുള്ള ശീർഷകത്തിൽ ഉപന്യാസം എഴുതിയത് ആരാണ്? പുത്തേഴത്ത് രാമൻ ആരാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. പുത്തേഴത്ത് രാമൻ മേനോൻ എന്നുള്ളതാണ് ഉത്തരം. അദ്ദേഹത്തിന്റെ തന്നെ മറ്റു കൃതികളാണ് ഏത്? ഉപന്യാസ ചന്ദ്രിക, അതുപോലെ തന്നെ ആരാണ് ഈ മനുഷ്യൻ, ചിന്താമഗ്നൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ പുത്തേഴത്ത് രാമൻ മേനോൻ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇത് മറ്റുള്ള സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഉപന്യാസ ചന്ദ്രികയും ആരാണ് ഈ മനുഷ്യനും ചിന്താമഗ്നനും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ചവറ്റുകൊട്ടേനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൈരളിയുടെ കഥയിലാണ്. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അടുത്തത് MK സാനു. MK സാനു മാഷൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമുക്കിവിടെ ഞാൻ ഈ PPT-യിലുള്ളതൊന്നും ആദ്യം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഉന്നതാത്മാക്കളുടെ ജീവരക്തം, അതിർവരമ്പുകളില്ലാതെ, എത്രയോ ശോകമയം ലോകം തുടങ്ങിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള്. അടുത്ത നമുക്ക് എടുത്തു പറയേണ്ട ഒരാള് MRB ആണ്. MR ഭട്ടതിരിപ്പാടിന്റെ മുല്ലപ്പൂവിലെ തുളസിക്കതിർ, ചിരിയും കരച്ചിലും, വളപ്പൊട്ടുകൾ, വാൽക്കണ്ണാടി, മുഖച്ഛായ തുടങ്ങിയിട്ടുള്ള കൃതികള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? MRBയുടെ മുല്ലപ്പൂവിലെ തുളസിക്കതിർ, ചിരിയും കരച്ചിലും, ചിരിയും ചിന്തയും നമ്മൾ EV കൃഷ്ണപിള്ളയുടെ കണ്ടു, വളപ്പൊട്ടുകൾ, വാൽക്കണ്ണാടി, മുഖച്ഛായ തുടങ്ങിയിട്ടുണ്ട്. വാൽക്കണ്ണാടിയൊക്കെ ഇടയ്ക്ക് ചോദിച്ചു കാണാറുള്ളൊരു പുസ്തകമാണ്. MRBയുടെ തന്നെ മുഖച്ഛായ, അതുപോലെ തന്നെ കവി സബര്യ, ഇലകൾ പൂവുകൾ, കിനാവിലൊരു യാത്ര, അല്ലികൾ ഇതളുകൾ തുടങ്ങിയിട്ടുള്ളതും എരുമേലിയുടെ പുസ്തകത്തിനകത്ത് എടുത്തു പറയുന്നുണ്ട്. MRBയുടെ കവി സബര്യ, ഇലകൾ പൂവുകൾ, കിനാവിലൊരു യാത്ര, അല്ലികൾ ഇതളുകൾ. ഓക്കെ, ഇനി നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് പേര്. നേരത്തെ ഒരു പ്രസ്താവനയ്ക്കകത്ത് നമ്മൾ കണ്ട CP ശ്രീധരനാണ്. CP ശ്രീധരന്റെ പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയുന്നത് കലയും മനുഷ്യനും എന്നുള്ള കൃതിയും, അതുപോലെ തന്നെ കവികളും കവിതകളും, നമ്മുടെ ധർമ്മയുദ്ധം. ഇത്രയാണ്. കലയും മനുഷ്യനും, കവികളും കവിതകളും, നമ്മുടെ ധർമ്മയുദ്ധം. അതുപോലെ സുകുമാരൻ പൊറ്റേക്കാട് എഴുതിയിട്ടുള്ള ആശയചക്രവാളം എന്ന് പറഞ്ഞിട്ടുള്ള ഉപന്യാസ സമാഹാരം എന്താണ്? 5 ഭാഗങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള 66 ഉപന്യാസങ്ങളുടെ ഒരു സമാഹാരമാണ് ആശയചക്രവാളം. അത് എഴുതിയിട്ടുള്ളത് സുകുമാരൻ പൊറ്റേക്കാടാണ്. ഇനി നമ്മുടെ എരുമേലിയുടെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങളൊന്നും എടുത്ത് പറയേണ്ടതാണ്. അത് ഒന്ന് 1972 പുറത്തിറങ്ങിയിട്ടുള്ള സമീക്ഷയാണ്. സമീക്ഷയില് 9 ഗ്രന്ഥ നിരൂപണങ്ങൾ വരുന്ന പുസ്തകമാണ് ഈ സമീക്ഷ എന്ന് പറയുന്നത്. അതിനകത്താണ് എഴുത്തുകാരന്റെ ധാർമ്മികമായിട്ടുള്ള കടപ്പാട് എന്നുള്ള പേരിലുള്ള ലേഖനങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. അതിനകത്താണ്. അതുപോലെ തന്നെ എരുമേലിയുടെ അടുത്ത് പറയേണ്ടത് അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അക്ഷരദീപങ്ങൾ എന്നുള്ളതും. ഏതൊക്കെയാണ് 2 എണ്ണം? അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും അക്ഷരദീപങ്ങളും എന്നീ പുസ്തകങ്ങള് EMS, തകഴി, ഗുപ്തൻ നായർ, MK സാനു തുടങ്ങിയ പ്രശസ്ത സാഹിത്യകാരന്മാരുമായിട്ട് നടത്തിയിട്ടുള്ള സാഹിത്യ സംവാദങ്ങളുടെ സമാഹാരമാണ്. അപ്പൊ അതിനെ ഈ ഒരു സെക്ഷനിലകത്ത് ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനിവിടെ പറയുന്നത്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ നമുക്കൊന്ന് വേഗം ഓടിച്ചു പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ സാഹിത്യമാലിക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞു ഗദ്യമാലിക അപ്പനമ്പരം പുറത്തിറക്കിയിട്ടുള്ള കാര്യം പറഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യമാലിക. അത് എഴുതിയിട്ടുള്ളത് ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെയാണ്. പിന്നെ മലയാളത്തിലെ ഒന്നാന്തരം ഒരു ഉപന്യാസകാരനായിട്ട് പരിഗണിക്കുന്നത് M രാജരാജവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കൃതികള് ഉപന്യാസ ആരാമം എന്നുള്ളതും സസ്യശാസ്ത്രം എന്നുള്ളൊരു കൃതിയാണ്. പിന്നീട് AD ഹരിശർമ്മയുടെ മിശ്രകാന്തി, അതുപോലെ തന്നെ ഭാഷാകവികൾ, ഈ 2 എണ്ണം എടുത്തു പറയുന്നുണ്ട്. AD ഹരിശർമ്മയുടെ മിശ്രകാന്തിയും അതുപോലെ തന്നെ ഭാഷാകവികളും. അടുത്തത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ 1-2 ലേഖനങ്ങളാണ്. അത് വിചാരവേദി എന്നുള്ളതും കലയും സാഹിത്യ പുരോഗതിയും എന്നുള്ളൊരു ലേഖനമാണ്. അപ്പൊ വക്കം അബ്ദുൾ ഖാദറിന്റെ വിചാരവേദിയും കലയും സാഹിത്യ പുരോഗതിയും. പിന്നീട് PK കോരുവിന്റെ ഉപന്യാസമഞ്ജരി എന്നുള്ള പേരിലൊരു പുസ്തകം ഉണ്ട്. PK കോരു. നേരത്തെ നമ്മൾ മണ്ഡനമഞ്ജരിയും രൂപമഞ്ജരിയും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഉപന്യാസമഞ്ജരി PK കോരുവിന്റെയാണ്. ഇനി ഉപന്യാസമാലിക എന്നുള്ള പേരിൽ ആരും എഴുതിയിട്ടുണ്ട്? KM പണിക്കരുടെ ഒരു കൃതി കൂടി ഉണ്ട്. ഇപ്പൊ സാഹിത്യമാലിക ഇളംകുളം കുഞ്ഞൻപിള്ള നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉപന്യാസമാലിക എന്നുള്ള പേരിൽ KM പണിക്കരും ഒന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രബന്ധമാല്യം ആരുടെയാണ്? EM കോവൂരിന്റെയാണ്. പ്രബന്ധമാല്യം EM കോവൂരിന്റെ. വീട്ടിയുടെ വെടിവട്ടം എന്നുള്ള കൃതിയും അതുപോലെ തന്നെ സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നുള്ള ഉപന്യാസവും.
അടുത്തത് പറയേണ്ട ഒരാള് ആനന്ദാണ്. ഇപ്പൊ എഴുത്തുകാരുടെയൊക്കെ പ്രധാന ഉപന്യാസത്തിന്റെ സെക്ഷനിൽ വരുന്നതൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ മഞ്ചരിയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാവുന്നതെന്നാണ് പ്രബന്ധ മഞ്ചരി. അതാരുടെയാണ്? MR ബാലകൃഷ്ണ വാര്യരുടെയാണ്. ഈ മഞ്ചരിയൊക്കെ ചേർത്ത് ചിലപ്പോൾ നമുക്കൊരു ചേരുംപാടിക്കൊക്കെ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലതാണ്. പ്രബന്ധ മഞ്ചരി MR ബാലകൃഷ്ണ വാര്യരുടെയാണ്. ഇനി ആനന്ദിന്റെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. ആനന്ദിന്റെ കൃതികള്, ആനന്ദിന്റെ ലേഖനങ്ങൾ എന്നുള്ള പേരിൽ തന്നെ ഒരു കൃതിയുണ്ട്. സ്വത്വത്തിന്റെ മാനങ്ങൾ, ഫാസിസം വരുന്ന വഴി, ഇടവേളകളിൽ വേട്ടക്കാരനും വിരുന്നുകാരനും. ഏതൊക്കെയാണ്? സ്വത്വത്തിന്റെ മാനങ്ങൾ, ഇടവേളകളിൽ, ഫാസിസം വരുന്ന വഴി, വേട്ടക്കാരനും വിരുന്നുകാരനും. ഇത്രയാണ് ആനന്ദിന്റേത്. ഇനി MP അപ്പന്റെ എടുത്തു പറയാനുള്ളത് AR മുതൽ മാരാർ വരെ ഒന്ന്, അത് കഴിഞ്ഞാൽ അത്ഭുത പ്രതിഭനായ കുമാരനാശാൻ, വാടാമലരുകൾ, അതുപോലെ തന്നെ സ്ത്രീലോകം. ഇങ്ങനെ 4 എടുത്തു പറയാനുള്ളത് MP അപ്പനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ സ്ത്രീലോകം, വാടാമലരുകൾ, AR മുതൽ മാരാർ വരെ, അത്ഭുത പ്രതിഭനായ കുമാരനാശാൻ. അടുത്തത് കലാമണ്ഡലം കേശവനാണ്. കലാമണ്ഡലം കേശവന്റെ കമലദളം, കലാപ്രതിഭകൾ, കുവലയ വിലോചനെ എന്നുള്ള 3 കൃതികൾ എടുത്തു പറയുന്നുണ്ട്. കമലദളം, അതുപോലെ തന്നെ കലാപ്രതിഭകൾ, കുവലയ വിലോചനെ. കുഞ്ഞുണ്ണിയുടെ എടുത്തു പറയുന്ന ഒന്നാണ് ഊണ് തൊട്ട് ഉറക്കം വരെ എന്നുള്ള ഒരു ഉപന്യാസം. ഊണ് തൊട്ട് ഉറക്കം വരെ. അതുപോലെ തന്നെ M ഗോവിന്ദന്റെ കരഞ്ഞ കവിയും ചിരിച്ച തത്വജ്ഞാനിയും എന്നുള്ളൊരു ഇത്. അത് പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ലേഖനങ്ങളൊക്കെ എടുത്തിട്ട്. കരഞ്ഞ കവിയും ചിരിച്ച തത്വജ്ഞാനിയും ആരുടെയാണ്? M ഗോവിന്ദന്റെ ആണ്. അടുത്തത് കൽപ്പറ്റ നാരായണന്റെ ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ, അതുപോലെ തന്നെ അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നു എന്നുള്ള 2 എടുത്തു പറയുന്നുണ്ട്. ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ, അതുപോലെ തന്നെ അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നു. ഇനി MP വീരേന്ദ്രകുമാർ എഴുതിയിട്ടുള്ള 3 ഒന്ന് രാമന്റെ ദുഃഖം, രണ്ടാമത്തെ ഗാട്ടും കാണാചരടും, 3 രോഷത്തിന്റെ വിത്തുകൾ. ഏതൊക്കെയാണ്? 1 രാമന്റെ ദുഃഖം, 2 ഗാട്ടും കാണാചരടും, 3 രോഷത്തിന്റെ വിത്തുകൾ. നമുക്കിത് ഇങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. കാരണം കൃതികൾ രചയിതാക്കള് അവരുടെ ഉപന്യാസ സമാഹാരങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ സാഹിത്യ ചരിത്രങ്ങൾക്കകത്തും ഉൾപ്പെടുത്തി കാണുക. അത് തന്നെയാണ് നമുക്ക് പരീക്ഷകൾക്കും ചോദിക്കാറുള്ളത്. അവരുടെ കൃതികളുടെ ആ ഒരു ഇത് മാത്രമാണ് ഈ സെക്ഷനിൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല, ഒരു ദിവസം ഫുള്ള് ക്ലാസ് എടുത്താലും തീരില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പോസ് ചെയ്ത് കേട്ട് എഴുതിയെടുക്കുക തന്നെ വേണം. ഇനി സച്ചിദാനന്ദന്റെ ഒന്ന് സംസ്കാരത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അത് എടുത്തു പറയുന്നുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ കൃതികളൊക്കെ നമ്മൾ PPT-യിലകത്ത് പറഞ്ഞു. ഇനി OV വിജയന്റെ ഘോഷയാത്രയിൽ തനിയെ, അതുപോലെ തന്നെ അന്തനും അകലങ്ങൾ കാണുന്നു, സന്ദേഹിയുടെ സംവാദം. ഇത്രയെണ്ണാണ് OV വിജയന്റെ ഘോഷയാത്രയിൽ തനിയെ, അന്തനും അകലങ്ങൾ കാണുന്നു, സന്ദേഹിയുടെ സംവാദം. അടുത്തത് B രാജീവനാണ്. അദ്ദേഹത്തിന്റെ 3 പറയുന്നത് വർത്തമാന കാലത്തിന്റെ ചരിത്രം എന്നുള്ളൊന്ന്, അതുപോലെ തന്നെ അന്യവൽക്കരണവും യോഗവും, പിന്നെ EMSന്റെ സ്വപ്നം. വർത്തമാന കാലത്തിന്റെ ചരിത്രം, അന്യവൽക്കരണവും യോഗവും, EMSന്റെ സ്വപ്നം. ഇത്രയും കൃതികളാണ് B രാജീവന്റെ. അടുത്തത് തായാട്ടു ശങ്കരന്റെ സ്വകാര്യ ചിന്തകൾ എന്നുള്ളൊരു ലേഖനം എടുത്തു പറയുന്നുണ്ട്. P കേശവദേവിന്റെ കാൽനൂറ്റാണ്ടിന് മുൻപ്. അതുപോലെ സുഗതകുമാരിയുടെ കാവു തീണ്ടല്ലേ എന്ന് പറയുന്നൊരു ഇതും എടുത്തു പറയുന്നുണ്ട്. പിന്നീട് PPT-ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലതൊക്കെ റാൻഡം ആയിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ആളുകളെ ഒന്ന് ഉൾപ്പെടുത്തിയതാണിത്. അതിലൊന്ന് KK കൊച്ചിന്റെ വായനയുടെ ദളിപ്പാടങ്ങൾ എന്നുള്ളതാണ്. 2 F ശാരദക്കുട്ടിയുടെ പെൺവിനിമയങ്ങളാണ്. 3 ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഉയരും ഞാൻ നാടാകെ എന്നുള്ളതും, ബുദ്ധനും നാണുഗുരുവും നമ്മുടെ ഡോക്ടർ K സുഗതന്റെ ഒരു ലേഖനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രശ്മി ബിനോയുടെ ചരിത്രത്തിലെ പെണ്ണിടങ്ങൾ ആധുനിക സ്ത്രീ പഠനത്തിന് ഒരു ആമുഖം. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട അത്രയും പ്രഗത്ഭമായിട്ടുള്ള ലേഖനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് രശ്മി ബിനോയുടെ ചരിത്രത്തിലെ പെണ്ണിടങ്ങൾ ആധുനിക സ്ത്രീ പഠനത്തിന് ഒരു ആമുഖം. അതുപോലെ തന്നെ KN ഗണേശന്റെ കേരള സമൂഹ പഠനങ്ങൾ. ഇനി നമുക്ക് എടുത്തു പറയാനുള്ള കുറച്ച് ആളുകൾ MT സാറ ജോസഫ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. MTയുടെ ഏകാഗികളുടെ ലോകം, കിളിവാതിലൂടെ, കാഥികന്റെ പണിപ്പുര, രമണീയം ഒരു കാലം, അതുപോലെ തന്നെ വാക്കുകളുടെ വിജയം. ഏതൊക്കെയാണ്? MTയുടെ ഏകാഗികളുടെ ലോകം, കിളിവാതിലിലൂടെ, കാഥികന്റെ പണിപ്പുര, രമണീയം ഒരു കാലം, വാക്കുകളുടെ വിജയം. അടുത്തത് പറയാനുള്ളത് പൊൻകുന്നം വർക്കിയാണ്. പൊൻകുന്നം വർക്കിയുടെ 1939 പുറത്തിറങ്ങിയ തിരുമുൽ കാഴ്ച.
തിരുമുൽ കാഴ്ച എന്നുള്ളൊരു പുസ്തകം. അതിന്റെ അവതാരികയിൽ ഉള്ളൂർ എഴുതിയിട്ടുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിന്റെയും നിപുണമായിട്ടുള്ള ചിന്തയുടെയും മധുര ഫലമാണ് ഇതിനകത്തുള്ള ഉപന്യാസങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി AP ഉദയഭാനുവിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയ ഒന്ന് എന്റെ മനോരാജ്യങ്ങളാണ്. അതെവിടെയോ ചോദിച്ചു കണ്ട മാതിരി തോന്നുന്നുണ്ട്. എന്റെ മനോരാജ്യങ്ങൾ, അതുപോലെ തന്നെ കാഴ്ചപ്പാടുകൾ, അപ്പൂപ്പൻ കഴുത, ഒന്നാനാം കൊച്ചുതുമ്പി, കൊച്ചു ചക്കരച്ചി ഒക്കെ ഉപന്യാസത്തിനകത്താണ് ഉൾപ്പെടുത്തി കാണുന്നത്. പക്ഷെ കൊച്ചു ചക്കരച്ചി കഥയാണ്, കുട്ടികൾക്ക് പഠിക്കാനുണ്ടത് ഹൈസ്കൂളില്. പിന്നീട് മൂർക്കോത്ത് കുഞ്ഞപ്പയുടെ സല്ലാപ സാഹിത്യവും എന്തായാൽ എന്താ എന്ന് പറഞ്ഞിട്ടുള്ള 2 കൃതികളും എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒന്ന് CN ശ്രീകണ്ഠൻ നായരുടെ നാടകവും എന്നുള്ള പേരിലൊരു കൃതി കാണുന്നുണ്ട്. പിന്നീട് CS ചന്ദ്രികയുടെ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം ഒന്നാന്തരം ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം. CS ചന്ദ്രിക. നമ്മൾ നേരത്തെ രശ്മി ബിനോയുടെ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് റെഫർ ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം. CH കുഞ്ഞപ്പയുടെ വിചാരകോരകം, അതും പലപ്പോഴും എടുത്ത് പറഞ്ഞു കണ്ടിട്ടുള്ള ഒന്നാണ് വിചാരകോരകം. ഇനി നിത്യചൈതന്യയതിയുടെ ജീവനകലയിലെ ലാവണ്യം ഉള്ളിൽ കിന്നാരം പറയുമ്പോൾ പ്രേമവും ഭക്തിയും. ജീവനകലയിലെ ലാവണ്യം ഉള്ളിൽ കിന്നാരം പറയുമ്പോൾ പ്രേമവും ഭക്തിയും, കുമാരനാശാൻ, അതുപോലെ തന്നെ സ്നേഹസംവാദം. ഇത്രയും കൃതികൾ നിത്യചൈതന്യയതിയുടെ ആയിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനിൽകുമാർ AVയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഒന്ന് ബുദ്ധിജീവികളുടെ പ്രതിസന്ധിയാണ്. 2 ആലസ്യത്തിന്റെ ആൾക്കൂട്ടം. 3 സത്യം പറയുന്ന പെരും നുണകൾ. 4 ഇന്ദുലേഖയുടെ അനുജത്തിമാർ. AV അനിൽകുമാറിന്റെ ബുദ്ധിജീവികളുടെ പ്രതിസന്ധി, ആലസ്യത്തിന്റെ ആൾക്കൂട്ടം, സത്യം പറയുന്ന പെരും നുണകൾ, ഇന്ദുലേഖയുടെ അനുജത്തിമാർ. അടുത്തത് ONVയുടെ 2 എണ്ണം പറയുന്നത് കാൽപ്പനികം എന്നുള്ള പേരിലും പാഥേയം എന്നുള്ള പേരിലും 2 ഉപന്യാസങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ MK സാനുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. MR നായർ അല്ലെ, സഞ്ജയൻ എന്നറിയപ്പെടുന്ന MR നായരുടെ എന്താണ് സാഹിത്യ നികഷം. നമുക്കറിയാം ചേരുംപടിക്കൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒന്നാണ് അല്ലെ MR നായരുടെ സാഹിത്യ നികഷം എന്നുള്ള കൃതി. അതിനെ പറ്റിയിട്ട് എടുത്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് പാമരന്മാരെ പൊട്ടിച്ചിരിപ്പിക്കുന്നതിനിടയിൽ ഗീതയും കാളിദാസ കൃതികളും അനായാസം ഉദ്ധരിക്കുന്ന ആ പാണ്ഡിത്യത്തിന്റെ ആഴം പ്രൗഢ സഹൃദയരെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് S ഗുപ്തൻ നായർ സഞ്ജയനെ പറ്റിയിട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണ് അഭിപ്രായം ഒന്നും കൂടി പറയാം. പാമരന്മാരെ പൊട്ടിച്ചിരിപ്പിക്കുന്നതിനിടയിൽ ഗീതയും കാളിദാസ കൃതികളും അനായാസം ഉദ്ധരിക്കുന്ന ആ പാണ്ഡിത്യത്തിന്റെ ആഴം പ്രൗഢ സഹൃദയരെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ് സഞ്ജയനെ പറ്റിയിട്ട് ഗുപ്തൻ നായർ അഭിപ്രായപ്പെടുന്നത്. സഞ്ജയനെ പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു പോകേണ്ടതാണ് CJ തോമസിന്റെ ഉപന്യാസ സമാഹാരങ്ങൾ. അദ്ദേഹത്തിന്റെ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ളതും, അതുപോലെ തന്നെ ധിക്കാരിയുടെ കാതൽ എന്നുള്ളതും, വിലയിരുത്തൽ, ഈ 3 എണ്ണമാണ് എടുത്ത് പറയേണ്ടത്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, വിലയിരുത്തൽ. ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും മികച്ച ഉപന്യാസകാരനായിട്ടാണ് സുകുമാർ അഴീക്കോട് CJ തോമസിനെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ CJയുടെ സാഹിത്യ വ്യക്തിത്വം അണിഞ്ഞിരിക്കുന്ന സ്വർണമാല്യത്തിലെ മധ്യമണി ഉപന്യാസമാണ്. അദ്ദേഹം ഒന്നാമതും രണ്ടാമതും അവസാനവും ഉപന്യാസകാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും ആരാണ്? അഴീക്കോട് തന്നെയാണ്. ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? CJ തോമസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. CJയുടെ സാഹിത്യ വ്യക്തിത്വം അണിഞ്ഞിരിക്കുന്ന സ്വർണമാല്യത്തിലെ മധ്യമണി ഉപന്യാസമാണ്. അദ്ദേഹം ഒന്നാമതും രണ്ടാമതും അവസാനവും എന്താണ്? ഉപന്യാസകാരനാണ് എന്നാണ് അഴീക്കോട് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലെ മികച്ച ഉപന്യാസകാരനായിട്ട് CJയെ അഴീക്കോട് വിലയിരുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപന്യാസത്തിന്റെ കുലപതിയായിട്ട് ശൂരനാട് കുഞ്ഞമ്പിള്ളയൊക്കെ അവതരിപ്പിച്ചു. അതുപോലെ അഴീക്കോട് അവതരിപ്പിക്കുന്നത് CJയാണ്. ഇനി സാറ ജോസഫിന്റെ എടുത്ത് പറയേണ്ട ചിലത്. ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത്. 2 ആത്മരോഷങ്ങളും ആകുലതകളും. ഇത്രയാണ് സാറ ജോസഫിന്റെ എടുത്തു പറയേണ്ടത്. പിന്നീട് വരുന്നത് MN വിജയന്റെ ഫാസിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഖനം ഉണ്ട്. തകഴിയുടെ എന്റെ ഉള്ളിലെ കടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി ഈ ഒരു സെക്ഷനകത്ത് എടുത്ത് പറയുന്നുണ്ട്. തകഴിയുടെ എന്റെ ഉള്ളിലെ കടലും MN വിജയന്റെ ഫാസിസവും. അതുപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ വിചാരധാര, അതുപോലെ തന്നെ ഇടമറുകിന്റെ ഇരുട്ടിന്റെ ഇതിഹാസം, ഈ 2 കൃതികളും ഇമ്പോർട്ടന്റ് ആണ്. ഇരുട്ടിന്റെ ഇതിഹാസം, ഇടമറുക്, വിചാരധാര, VR കൃഷ്ണൻ എഴുത്തച്ഛൻ.
പിന്നെ സക്കറിയയുടെ മതം, സംസ്കാരം, മൗലികവാദം, അതുപോലെ തന്നെ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം, പിന്നെ ഗോവിന്ദം ഭജ മൂഢമതേ എന്നുള്ള രീതിയിലുള്ള ഒരുപക്ഷെ പരിഹാസ രീതിയിലുള്ള ലേഖനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഈ ഉപന്യാസം എന്നുള്ള സെക്ഷനകത്ത് നമുക്ക് നർമ്മോപന്യാസങ്ങള്, പരിഹാസ ഉപന്യാസങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കൃതികളുണ്ട്. അത്തരത്തിൽ എഴുതിയിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ സക്കറിയയുടെ മതം, സംസ്കാരം, മൗലികവാദം, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം, ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അടുത്തത് MR രാഘവ വാര്യരുടെ വായനയുടെ വഴികൾ എന്നുള്ളൊരു കൃതി പറയുന്നുണ്ട്. പിന്നീട് കെ ശാരദാമണിയുടെ സ്ത്രീവാദം, സ്ത്രീ വിമോചനം എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ നാട്ടിൻപുറങ്ങളിലെ വർഗസമരം എടുത്തു പറയേണ്ട ഒരു ലേഖനമാണ്. അതുപോലെ തന്നെ ആശാമേനോന്റെ ഒച്ചുകളുടെ പഗോഡ, അംബികാസുധൻ മാങ്ങാടിന്റെ ബഷീർ ഭൂമിയുടെ കാവൽക്കാരൻ, ലീലാവതിയുടെ ബൈബിളിലെ സ്ത്രീ ദർശനം, പി ഗോവിന്ദപിള്ളയുടെ മതവിമർശനവും മാർക്സിസവും, അതുപോലെ തന്നെ പയ്യന്നൂർ ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള വടക്കൻ പാട്ടുകളിലെ വീരാങ്കനമാർ, അതെടുത്ത് പറയുന്ന ഒരു കൃതിയാണ്. സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ അതിൽ നിന്നുള്ള ഈ വടക്കൻ പാട്ടുകളിലുള്ള അവരുടെ സ്ത്രീകളുടെ ദിനചര്യയെ പറ്റിയിട്ടൊക്കെ എടുത്ത് പറയുന്ന ഒരു പോർഷനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. വടക്കൻ പാട്ടുകളിലെ വീരാങ്കനമാർ, പയ്യന്നൂർ ബാലകൃഷ്ണൻ. പിന്നെ കലാമണ്ഡലം ഹൈദരലിയുടെ ഓർത്താൽ വിസ്മയം. ഈ ഓർത്താൽ വിസ്മയം എന്നുള്ള കൃതിയും ഈ നമ്മൾ ആത്മകഥ, ഓർമ്മക്കുറിപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ ഒരു സെക്ഷനകത്ത് അത് ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. പിന്നെ പെൺവിനിമയങ്ങൾ ശാരദക്കുട്ടിയുടെ, KK കൊച്ചിന്റെ വായനയുടെ തളിപ്പാടം, അതൊക്കെ നമ്മൾ PPT-യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. T പത്മനാഭന്റെ പള്ളിക്കുന്ന്, അതുപോലെ തന്നെ പിണറായി വിജയന്റെ മതം, മാധ്യമം, മാർക്സിസം, പിന്നെ വാക്കും പ്രതീകവും P സുരേന്ദ്രന്റെ, KEN-ന്റെ ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനാവാത്തത്. അടുത്തതൊന്ന് AN ചിദംബരന്റെ ഹോർത്തൂസും ഇട്ടി അച്യുതനും അതിന്റെ സത്യവും മിഥ്യയും എന്നുള്ളൊരു ലേഖനം. ഹോർത്തൂസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും, AN ചിദംബരൻ. അതുപോലെ തന്നെ രശ്മി ബിനോയിന്റെ ചരിത്രത്തിലെ പെണ്ണിടങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോൾ മണലിന്റെ അഴീക്കോട് എന്ന വിചാരശില്പി, അതൊക്കെ നമ്മൾ പഠനം, ലേഖനം, നിരൂപണം എന്നുള്ള സെക്ഷനിലൊക്കെ പറയുന്നതാണ്. അതൊക്കെ ഇവിടെയും ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. പിന്നെ ഏകഭാരതത്തിന്റെ ദീപശിഖകൾ എന്ന് പറഞ്ഞ് PK പരമേശ്വരൻ നായരുടെ ഒന്ന് കാണുന്നുണ്ട്. ഏകഭാരതത്തിലെ ദീപശിഖകൾ. അതുപോലെ തന്നെ ഈശ്വരനും ഈച്ചരനും, ഡോക്ടർ NM നമ്പൂതിരി. ഈശ്വരനും ഡോക്ടർ NM നമ്പൂതിരി. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ ഒക്കെ എടുത്ത് ഒന്ന് കണ്ണോടിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് മുൻ പരീക്ഷകൾക്കും ഓപ്ഷൻസുകളിലൊക്കെ കണ്ടിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ളത് PPT-യിൽ ഉൾപ്പെടുത്തിയതും ഉൾപ്പെടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഉപന്യാസം എന്നുള്ള സെക്ഷനകത്ത് പറയാനുള്ളത്.